ഇന്ന് കുറച്ച് കാന്താരി മുളക് പറിക്കാനുണ്ടായിരുന്നു. മഴ കാരണം പറിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ മുളക് പഴുത്ത് പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അധികം മുളകൊന്നും ഇല്ല നമുക്ക്, എന്നാലും നമുക്ക് വീട്ടാവശ്യത്തിന് അധികം കിട്ടാറുണ്ട്, വീട്ടാവശ്യത്തിൽ കൂടുതൽ കിട്ടാറുണ്ട്. പിന്നെ ഇത് കൂടുതലും പിക്കിളിടാനും ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്ത് പിക്കിളിട്ട് കഴിക്കാനാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ പിള്ളേരും കൂടി, കാരണം ഒറ്റയ്ക്ക് പറിക്കൽ ടാസ്ക്കാണ്. പിന്നെ പുല്ലൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിറയെ കൊതുകാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് കൂടാതെ നമ്മളുടെ ചന്തമുളക് ഉണ്ട് കേട്ടോ, ചന്തമുളകും അതുപോലെ തന്നെ വെള്ളമുളകുണ്ട്. അതിൻ്റെ കറക്റ്റ് പേരറിയില്ല, നമ്മളിവിടെ വെള്ളമുളക് എന്നാണ് ഇങ്ങനെ പറയാറ്. പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്രാവശ്യം കുറച്ച് കാശ്മീരി മുളക് പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ കായൊക്കെ ഉണ്ടായി തുടങ്ങി. പിന്നെ അത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളെ സാധാരണ മുളകിനേക്കാളും നല്ല വലുതും നല്ല ഗ്രീൻ കളറൊക്കെയാണ്. അപ്പോൾ അത് ഉണക്കി പൊടിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നട്ടത്. അതുകൊണ്ട് നമ്മൾ പൊട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്രാവശ്യം കാന്താരി മുളക് അത്യാവശ്യം നല്ലത് കിട്ടി. അപ്പോൾ നമ്മൾ കുറച്ച് പിക്കിളിടും, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി ഓയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കാശ്മീരി മുളക് കിട്ടുക. അതെ, ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക്.